സ്റ്റുഡൻസ് എജു പ്ലസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും വെൽക്കം. ഇന്ന് നമ്മൾ ഇംഗ്ലീഷിൽ ചാപ്റ്റർ 14 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സ്റ്റീലിംഗ് ആൻഡ് അറ്റോൺമെൻറ്റ്, മോക്ഷണവും പ്രായശ്ചിത്തവും എന്നാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ നെയിം വരുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗാന്ധിജീനെ കുറിച്ചിട്ടാണ് കേട്ടോ. ഗാന്ധിജീൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്ന ചില മുഹൂർത്തങ്ങളെക്കുറിച്ചിട്ട്, ചൈൽഡ്ഹുഡ് സ്റ്റേജിലുണ്ടായിട്ടുള്ള ചില കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് അദ്ദേഹം മോഷ്ടിച്ചിട്ടുണ്ടായിരുന്നു ഒരു ടൈമിൽ. അപ്പോൾ അതിനെക്കുറിച്ചാണ് ചാപ്റ്റർ വരുന്നത്. ഈ ഒരു കഥ ഇവിടെ ചാപ്റ്ററായിട്ട് കൊടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല മഹാത്മാരും ഇതേപോലെ തന്നെ ഉള്ള വഴികളിലൂടെ വന്നവരാണ്. പിന്നീട് അവരുടെ തെറ്റുകൾ മനസ്സിലാക്കിയിട്ട് അവരത് തിരിച്ചറിവായിട്ടെടുത്ത് വീണ്ടും നല്ല രീതിയിൽ ലൈഫിനെ മുന്നോട്ടേക്ക് നയിച്ചു. അതുകൊണ്ടാണ് അന്നത്തെ ആ ഒരു ലൈഫിൽ നിന്ന് മാറി അവർ വലിയ രീതിയിലുള്ള ജീവിതം മുന്നോട്ട് നയിക്കാനിടയായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിനെ കുറിച്ച് പറയേണ്ടത്. ഇതിൻ്റെ സമ്മറിയാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. അതായത് സ്റ്റീലിംഗ് ആൻഡ് അറ്റോൺമെൻറ്റ് എന്ന ചാപ്റ്ററിൻ്റെ സമ്മറിയാണ് ഇവിടെ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് എന്തായാലും നോക്കാം. In every country there are some great men and women who have done a lot for their country. അപ്പോൾ എന്താണ് ഫസ്റ്റ് ലൈൻസ് പറയുന്നത്? ഇൻ എവറി കൺട്രി, എല്ലാ രാജ്യങ്ങളിലും there are some great men and women who have done a lot for their country. അവരുടെ രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വളരെയധികം സംഭാവനകൾ പല മഹാന്മാരും മഹതികളും, അതാണ് men and women, കൊടുത്തിട്ടുണ്ട്. For India, Mahatma Gandhi was one such person who worked very hard to get freedom for India. For India, നമ്മുടെ ഇന്ത്യയിൽ മഹാത്മാ ഗാന്ധി എന്ന് പറഞ്ഞിട്ടുള്ള such a person who worked very hard. അതായത് എന്താണ്, നമ്മുടെ ഇന്ത്യക്ക് വേണ്ടിയിട്ട് മഹാത്മാഗാന്ധി വളരെയധികം പ്രയത്നിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ടു ഫ്രീഡം ഫോർ ഇന്ത്യ, ടു ഗെറ്റ് ഫ്രീഡം ഫോർ ഇന്ത്യ. അതായത് നമ്മുടെ ഇന്ത്യക്ക് വേണ്ടിയിട്ട് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് മഹാന്മാരിൽ ഒരാളായിട്ടുള്ള ഗാന്ധിജി ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ എന്താണ് നമുക്ക് മനസ്സിലാക്കുന്ന മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇന്ത്യക്ക് ഫ്രീഡം കിട്ടുന്നതിൽ ഒരു പ്രധാന ഭാഗമായിട്ട് ഗാന്ധിജി മാറിയിട്ടുണ്ട്. As a child, Gandhiji and his friend tried to imitate a family member and to smoking. എന്താ രണ്ടാമത്തെ ലൈൻ പറയുന്നത്? ആസ് എ ചൈൽഡ്, ബാല്യകാലത്ത് ഗാന്ധിജി ആൻഡ് ഹിസ് ഫ്രണ്ട്, ഗാന്ധിജിയും അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തും ട്രൈ ടു ഇമിറ്റേറ്റ് എ ഫാമിലി മെമ്പർ. ട്രൈ ടു ഇമിറ്റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഇമിറ്റേറ്റ് എ ഫാമിലി മെമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കുടുംബത്തിലെ തന്നെ ഒരു കുടുംബാംഗത്തെ അനുകരിക്കാൻ വേണ്ടി, ഇമിറ്റേറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അനുകരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അനുകരിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്? ടു സ്മോക്കിംഗ്. എന്തിനു വേണ്ടിയിട്ടാണ്? അവർ പുക വലിക്കുന്നത് പോലെ തന്നെ പുക വലിക്കാൻ ഇവരും, ഈ ഒരു ഗാന്ധിജിയും ഫ്രണ്ടും ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. They enjoyed the fun in blowing out clouds of smoke. അപ്പോൾ പുക വലിക്കുമ്പോൾ നമുക്കറിയാമല്ലേ, ചിലവർ പുക വലിക്കുന്നത് കാണാനിടയാലുണ്ടാവും. അവരിങ്ങനെ പുക വലിച്ച് കഴിഞ്ഞാൽ ബ്ലോ ചെയ്യും. അവർ പുക ഇങ്ങനെ എയറിലേക്ക് വിടുന്നുണ്ടല്ലേ, ഇത് പുക പുറത്തേക്ക് ഊതുന്നുണ്ട്. അപ്പോൾ അതിൽ അവർക്ക് എന്താണ് ഭയങ്കരമായിട്ടുള്ള സന്തോഷം തോന്നിയിട്ടുണ്ടായിരുന്നു. അതാണ് they enjoyed the fun in blowing out clouds of smoke. They stole money from the servants' purse to fulfill their desire of smoking cigarettes. അപ്പോൾ ഒറ്റ പ്രാവശ്യം ഇങ്ങനത്തെ ഇതിനൊക്കെ അടിമപ്പെട്ട് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് അതിനുള്ള ഒരു ത്വര ഉണ്ടാവുന്നതാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ നെക്സ്റ്റ് എന്തിനാണ് ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്? സ്റ്റീൽ ചെയ്യാൻ ശ്രമിച്ചു. അവരുടെ പുകവലി തുടരാൻ വേണ്ടിയിട്ട് ജോലിക്കാരൻ്റെ പേഴ്സിൽ നിന്ന് പണം മോഷ്ടിച്ചു. They stole money from the servants' purse to fulfill their desire of smoking cigarette. എന്താണ്, അവരുടെ പുകവലി തുടരാൻ വേണ്ടിയിട്ട് ജോലിക്കാരൻ്റെ പേഴ്സിൽ നിന്ന് പണം മോഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് എന്താ പറയുന്നത്? ഗാന്ധിജി ന്യൂ ദാറ്റ് ടു ഡു എനിത്തിങ് ദേ ഹാഡ് ടു ടേക്ക് പെർമിഷൻ ഫ്രം ദെയർ എൽഡേഴ്സ്. ഇപ്പം ഗാന്ധിജിക്ക് അറിയാമായിരുന്നു അല്ലേ, എന്തെങ്കിലും കാര്യം ചെയ്യാൻ മുതിർന്നവരിൽ നിന്ന് അനുമതി വാങ്ങേണ്ടത് ആവശ്യമാണെന്ന്. അതാണ്
ഗാന്ധിജി ന്യൂ ദാറ്റ് ടു ഡു എനിത്തിങ്, എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് ദേ ഹാഡ് ടു ടേക്ക് പെർമിഷൻ ഫ്രം ദ എൽഡേഴ്സ്. എൽഡേഴ്സ് എന്ന് വെച്ചാൽ മുതിർന്നവരിൽ നിന്നും എന്തെങ്കിലും കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് പെർമിഷൻ, അല്ലേ, അനുമതി വാങ്ങേണ്ടതായിട്ട് ഉണ്ടെന്ന് ഗാന്ധിജിക്ക് അറിയാം. എന്നിരുന്നാലും ദേ ടു വാണ്ടഡ് ഫ്രീഡം, അല്ലേ. അങ്ങനെയാണിരുന്നെങ്കിൽ പോലും അവർക്ക് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? അവർ ഫ്രീഡം അനുഭവിക്കണം, സ്വാതന്ത്ര്യം വേണമെന്നായിരുന്നു. ലൈക്ക് ഓൾ ടീനേജേഴ്സിനെ പോലെ, അല്ലേ, ലൈക്ക് ഓൾ ടീനേജേഴ്സ്. അപ്പം ഈ ഒരു ടീനേജേഴ്സിലുള്ള കുട്ടികളുടെ പ്രത്യേകത എന്താണ്? അവർക്ക് എല്ലാ കാര്യത്തിലും എല്ലാം ചെയ്തു നോക്കാനുള്ള ഒരു ക്യൂരിയോസിറ്റി കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ മുതിർന്നവരുടെ വാക്ക് കേൾക്കാൻ അവർ നിൽക്കത്തില്ല. എല്ലാവരെ പോലെ തന്നെ നമ്മുടെ ഗാന്ധിജിക്കും ഫ്രണ്ടിനും ഇത് തന്നെയാണ് സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. അവർക്കും ഇതേപോലെ സ്വാതന്ത്ര്യം ആവശ്യമായിട്ടുണ്ടായിരുന്നു ആ ഒരു ടൈമിൽ. They felt that life was not worth living and they should die. എന്താണ് പിന്നെ അവർ ഇതിനെക്കുറിച്ചിട്ട് മനസ്സിലാക്കി. എന്താണ് ഈ ഒരു പുക വലിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് ഇങ്ങനെ മോഷ്ടിച്ച് കഴിഞ്ഞാലുള്ള അവരുടെ ആ ഒരു ലൈഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതുകൊണ്ട് തന്നെ they felt that life was not worth living and they should die. എന്താണ് ജീവിക്കാൻ അർത്ഥമില്ലെന്നും മരിക്കണമെന്ന് അവർക്ക് കരുതി. അവരങ്ങനെ കരുതുന്നുണ്ടായിരുന്നു കേട്ടോ. കാരണം അവർ ഫീലിംഗ് ഗിൽറ്റി, ദേ തോട്ട് ഓഫ് എൻഡിങ് ദെയർ ലൈഫ്സ്. നെക്സ്റ്റ് എന്താണെന്ന് ചെയ്തത്? ഗാന്ധിജി ആൻഡ് ഹിസ് ഫ്രണ്ട് ഒബ്റ്റെയിൻഡ് പോയ്സണസ് സീഡ് ബട്ട് കുഡ് നോട്ട് മാസ്റ്റർ ദി കറേജ് ടു ഈറ്റ് ദം. അപ്പോൾ എന്താണ് നെക്സ്റ്റ് ആയിട്ട്? അതുകൊണ്ട് തന്നെ ഗാന്ധിജിയും അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടും എന്താണ് വിഷമുള്ള പോയ്സണസ് ആയിട്ടുള്ള സീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? വിത്തുകൾ എന്നാണ് അർത്ഥം വരുന്നത്. അപ്പം ഈ ഒരു വിഷമുള്ള വിത്തുകൾ കണ്ടെത്തി. ഒബ്റ്റെയിൻഡ് പോയ്സണസ് സീഡ് എന്നാണ് പറയുന്നത്. ബട്ട് കുഡ് നോട്ട് മാസ്റ്റർ ദി കറേജ് ടു ഈറ്റ് ദം. പക്ഷെ അവർക്ക് ആ ഒരു വിഷവിത്ത് കയ്യിലുണ്ടായിരുന്നിട്ട് പോലും അവർക്കത് കഴിക്കാനാവില്ലെന്ന്, അതിനുള്ള ധൈര്യം അവർക്കില്ലെന്ന്. കറേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ധൈര്യം അവർക്കില്ലെന്ന് അവർ കണ്ടെത്തി. ദേ വെൻറ്റ് ടു എ ടെമ്പിൾ വെർ ദേ റിയലൈസ്ഡ് ദെയർ മിസ്റ്റേക്ക്. അപ്പോൾ പിന്നീട് എന്താണ് ഉണ്ടായത്? അവരൊരു ക്ഷേത്രത്തിലേക്ക് പോയപ്പോൾ അവരുടെ തെറ്റ് മനസ്സിലാക്കാൻ കഴിഞ്ഞു, അല്ലേ. എന്തിനു വേണ്ടിയിട്ടാണ് ക്ഷേത്രത്തിൽ? നമുക്ക് സമാധാനത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു രാംജി മന്ദിർ എന്നാണ് അതിൻ്റെ പേര് വരുന്നത്. അപ്പോൾ ആ ഒരു ക്ഷേത്രത്തിലേക്ക് പോയി കഴിഞ്ഞപ്പം അവർക്ക് അവരുടെ തെറ്റ് മനസ്സിലായി. ഇങ്ങനെ ജീവിതം അവസാനിപ്പിക്കാൻ പറ്റത്തില്ല, എന്തെങ്കിലും പുതുതായിട്ട് നല്ല കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനാണ് നോക്കേണ്ടതെന്നുള്ള ആ ഒരു റിയലൈസേഷൻ അവർക്ക് ഉണ്ടാവുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നെക്സ്റ്റ് നോക്കാം. They gave up the thought of suicide and decided never to smoke and steal. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അവർക്ക് എന്താണ്? അവർ ആത്മഹത്യ ചെയ്യാനിരുന്ന ചിന്ത ഉപേക്ഷിച്ചു. They gave up the thought of suicide, അല്ലേ. ആ ഒരു മന്ദിറിൽ എത്തിക്കഴിഞ്ഞപ്പോൾ, ക്ഷേത്രത്തിൽ എത്തിക്കഴിഞ്ഞപ്പം അതുവരെ അവർക്ക് സൂയിസൈഡ് ചെയ്യാനില്ല, എങ്ങനെയെങ്കിലും മരിച്ചാൽ മതി എന്ന രീതിയിലായിരുന്നു. കാരണം അവർ കള്ളവ് ചെയ്തിട്ടാണല്ലോ, കൂടാതെ സ്മോക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഗിൽറ്റി ഫീലിംഗ് മനസ്സിലുള്ളത് കൊണ്ടാണ് ആ ഒരു ക്ഷേത്രത്തിലേക്ക് പോയത്. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അവർക്ക് എന്ത് മനസ്സിലായി? അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റത്തില്ല, നല്ല രീതിയിൽ പോവാം. അതുകൊണ്ട് തന്നെ ദേ ഗേവ് അപ്പ് ദി തോട്ട് ഓഫ് സൂയിസൈഡ്. എന്താണ്? അവർ ആത്മഹത്യ ചെയ്യാനിരുന്ന ചിന്ത ഉപേക്ഷിച്ചു. ആൻഡ് ഡിസൈഡഡ് നെവർ ടു സ്മോക്ക് ആൻഡ് സ്റ്റീൽ. പിന്നെ അവിടുന്ന് എന്താണ് അവരെടുത്തിരിക്കുന്നത്? മോഷ്ടിക്കുകയോ പുക വലിക്കുകയോ ചെയ്യരുതെന്ന് അവർ തീരുമാനിക്കുകയാണ് ഉണ്ടായിരുന്നത്. ഡിസൈഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ തീരുമാനിക്കുക. ആഫ്റ്റർ സം time, Gandhiji took some gold from his brother's amulet to repay his debt. അപ്പം രണ്ടാമത്തെ, ഇപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? ഫസ്റ്റ് കേസിൽ ഇതുവരെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ പുകവലി ശീലത്തെക്കുറിച്ചിട്ടായിരുന്നു, അവിടെ കളവ് ചെയ്തിട്ടുണ്ടായിരുന്നു. വീണ്ടും ഒരു സന്ദർഭത്തെക്കുറിച്ചിട്ട് തന്നെയാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ആഫ്റ്റർ സം ടൈം ഗാന്ധിജി ടുക്ക് സം ഗോൾഡ് ഫ്രം ഹിസ് ബ്രദേഴ്സ് ആംലെറ്റ്. അപ്പോൾ എന്താണ്? അദ്ദേഹത്തിൻ്റെ കുറച്ച് നാളുകൾക്ക് ശേഷം ഗാന്ധിജി അദ്ദേഹത്തിൻ്റെ കടം തീർക്കാൻ വേണ്ടിയിട്ട് സഹോദരൻ്റെ ഒരു ഗോൾഡ് എടുക്കുകയാണ് ഉണ്ടായിരുന്നത്. ഡെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കടം തീർക്കാൻ വേണ്ടി. ഹി ഫെൽറ്റ് ഗിൽറ്റി ഫോർ ദ ആക്ട് ഓഫ് സ്റ്റീലിംഗ് ആൻഡ് വാണ്ടഡ് ടു കൺഫസ് അബൌട്ട് ദിസ് ടു ഹിസ് ഫാദർ. അപ്പോൾ അത് മോഷ്ടിച്ചതിന് ശേഷം പിന്നീട് അദ്ദേഹത്തിന് എന്താ തോന്നിയിട്ടുണ്ടായിരുന്നത്? ഗിൽറ്റി ഫീലിംഗ് തോന്നി. അതായത് ഒരു കുറ്റബോധം അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. അതാണ് ഹി ഫെൽറ്റ് ഗിൽറ്റി ഫോർ ദ ആക്ട് ഓഫ് സ്റ്റീലിംഗ് ആൻഡ് എന്താണ് ആ ഒരു സംഭവം, മോഷണം നടത്തിയതിന് ഗാന്ധിജിക്ക് കുറ്റബോധം അനുഭവപ്പെട്ടു. ആൻഡ് വാണ്ടഡ് ടു കൺഫസ് അബൌട്ട് ദിസ് ടു ഹിസ് ഫാദർ. പിന്നീട് എന്താണ് കുറ്റബോധം അനുഭവപ്പെട്ട് കഴിഞ്ഞ് ചെയ്യുന്നത്?
അതിനെക്കുറിച്ച് കുറ്റസമ്മതം നടത്തണം അല്ലേ. അത് ഇതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് അദ്ദേഹം ആഗ്രഹിച്ചു. ആരോട് പറയാൻ വേണ്ടിയിട്ടാണ്? ടു ഹിസ് ഫാദർ, അച്ഛനോടായിട്ട് ഇക്കാര്യം പറയാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ മനസ്സ് വെമ്പി നിന്നു. ആൻഡ് ഗാന്ധിജി ന്യൂ ദാറ്റ് ഓൺ ഹിയറിങ് ഹിസ് ഫാദർ വുഡ് ബി പെയിൻഡ്. അപ്പം ഗാന്ധിജിക്ക് അറിയാമായിരുന്നു ഈ ഒരു ന്യൂസ് അറിയുമ്പോൾ, ഇങ്ങനെ ഗാന്ധിജി മോഷിച്ചിട്ടുണ്ടായിരുന്നു എന്ന ന്യൂസ് അച്ഛൻ അറിയുമ്പോൾ, അതാണ് ദാറ്റ് ഓൺ ഹിയറിങ് അറ്റ് ഹിസ് ഫാദർ വുഡ് ബി പെയിൻഡ്. പെയിൻ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ വേദനിക്കുമായിരുന്നെന്ന് അദ്ദേഹത്തിന്, അല്ലെങ്കിൽ വിഷമിക്കുമായിരുന്നെന്ന് ഗാന്ധിജിക്ക് അറിയാമായിരുന്നു. Still he wrote a letter in which he admitted his mistake and asked for punishment. അപ്പം അതങ്ങനെ അറിഞ്ഞതിനെ കൊണ്ട് തന്നെ അദ്ദേഹം എന്താ ഗാന്ധിജി നെക്സ്റ്റ് ചെയ്തിട്ടുള്ളത്? സ്റ്റിൽ ഹി റോട്ട് എ ലെറ്റർ അല്ലേ. എന്നിരുന്നാലും അദ്ദേഹം ഒരു കത്ത് എഴുതി. ആൻഡ് വിച്ച് ഹി അഡ്മിറ്റഡ് ഹിസ് മിസ്റ്റേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ തെറ്റ്. അപ്പം ഗാന്ധിജിയുടെ തെറ്റ് സമ്മതിച്ചു കൊണ്ടുള്ളൊരു കത്താണ് ഗാന്ധിജി അച്ഛനായിട്ട് എഴുതിയിട്ടുള്ളത്. ആൻഡ് ആസ്ക്ഡ് ഫോർ പണിഷ്മെൻറ്റ്. പിന്നീട് എന്താ സംഭവിച്ചത്? തന്നെ ഈ കുറ്റം ചെയ്തിരിക്കുകയാണ് ഗാന്ധിജി, അതുകൊണ്ട് തന്നെ ഗാന്ധിജിയെ പണിഷ് ചെയ്യണമെന്ന്, ശിക്ഷ കൊടുക്കണമെന്നും ഗാന്ധിജി തന്നെ അച്ഛനോടായിട്ട് ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഹി ഓൾസോ റിക്വസ്റ്റഡ് ഹിസ് ഫാദർ നോട്ട് ടു പണിഷ് ഹിംസെൽഫ്. കൂടാതെ എന്തും കൂടി അച്ഛനോടായിട്ട് ഗാന്ധിജി ആ ഒരു കത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നു, ഒരിക്കലും അച്ഛന് മനസ്സിൽ എന്താണ്, ഈ ഒരു തെറ്റ് മകൻ ചെയ്തല്ലോ, തീർച്ചയായിട്ടും പാരൻസിന് വേദന ഉണ്ടാവും, അതുകൊണ്ട് ഒരിക്കലും വിഷമിക്കരുതെന്നാണ് അദ്ദേഹം ആ ഒരു കത്തിൽ അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നത്, റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അച്ഛനോടായിട്ട്. ആൻഡ് നെക്സ്റ്റ് നോക്കാം. ഹി സോ ഹിസ് ഫാദർ ഇൻ ടീയേഴ്സ് വിച്ച് വർ നോട്ട് ഓൺലി ഓഫ് പെയിൻ ബട്ട് ഓൾസോ ഓഫ് ലവ് ആൻഡ് ഫോർഗിവ്നെസ്. അപ്പോൾ പിന്നീട് എന്താണ് ഗാന്ധിജി അച്ഛനെ കാണുമ്പോൾ മനസ്സിലാക്കിയത്? അതായത് അച്ഛൻ്റെ കണ്ണുകളിൽ ദുഃഖത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കൂടാതെ എന്തിൻ്റെയാണ്, ക്ഷമയുടെയും കണ്ണുനീരാണ് ഉണ്ടായിരുന്നത്. അതാണ് ഹി സോ ഹിസ് ഫാദർ ഇൻ ടീയേഴ്സ് അല്ലേ. അച്ഛൻ കരയാണ് ഉണ്ടായിരുന്നത് ഈ ഒരു സന്ദർഭത്തിന് ശേഷം. വിച്ച് വർ നോട്ട് ഓൺലി പെയിൻ, അത് വേദന കൊണ്ടുണ്ടായിരുന്നുള്ള കണ്ണുനീരല്ലായിരുന്നു, മറിച്ച് എന്തായിരുന്നു? ഓൾസോ ഓഫ് ലവ് ആൻഡ് ഫോർഗിവ്നെസ് അല്ലേ. സ്നേഹത്തിൻ്റെയും ക്ഷമയുടെയും കണ്ണുനീരായിരുന്നു അദ്ദേഹത്തിൻ്റെ കണ്ണിൽ ഗാന്ധിജിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഗാന്ധിജി ലേൺ ഹിസ് ഫസ്റ്റ് ലെസൺ ഓഫ് അഹിംസ. അപ്പോൾ ഇവിടെ നിന്നിട്ടാണ് ഗാന്ധിജി അഹിംസയുടെ ആദ്യ പാഠം പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു ലെസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റീലിംഗ് ആൻഡ് അറ്റോൺമെൻറ്റ്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പല മഹത് വ്യക്തികളും മുൻപ് അവർ സ്റ്റീൽ ചെയ്തിട്ടുണ്ടായിരുന്നു, അങ്ങനത്തെ ചുറ്റുപാടുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവരത് മനസ്സിലാക്കി, അവരുടെ മിസ്റ്റേക്ക് മനസ്സിലാക്കി ഒരു നല്ല ജീവിതം തുടങ്ങിയപ്പോഴാണ് അവർക്ക് എന്ത് പറ്റിയത്? നല്ല രീതിയിൽ ആ ഒരു രാജ്യത്തിനെ സേവിക്കാൻ തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും നോക്കാം എന്താന്ന്. കംപ്ലീറ്റ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ബൈ ചൂസിങ് ദ ബെസ്റ്റ് ഓപ്ഷൻ ഫ്രം വൺസ് ഗിവൺ ബിലോ. എന്താണ് ഈ ഒരു താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനയിൽ അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇവിടെ നിന്ന് 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്, അതിൽ നിന്ന് ഓപ്റ്റ് ചെയ്യണം ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട്. എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് നോക്കാം. ഗാന്ധിജി ആൻഡ് ഹിസ് ഫ്രണ്ട് വെന്റ് ടു രാംജി മന്ദിർ ടു. അതിൻ്റെ മലയാളം എന്താണ് മീനിങ് വരുന്നത്? ഗാന്ധിജിയും ഫ്രണ്ടും കൂടെ, സുഹൃത്തും രാംജി ക്ഷേത്രത്തിലേക്ക് പോയത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? അപ്പോൾ അത് ഓപ്ഷൻ തന്നിട്ടുണ്ടായിരുന്നു. ആക്ട് ഓൺ ദ ഐഡിയ ഓഫ് സൂയിസൈഡ്, അതായത് ആത്മഹത്യ ചെയ്യാനുള്ള ആലോചന നടപ്പിലാക്കാൻ വേണ്ടിയിട്ട്. ഗിവ് അപ്പ് ദി ഐഡിയ ഓഫ് സൂയിസൈഡ്. ഗിവ് അപ്പ് ദി ഐഡിയ ഓഫ് സൂയിസൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മഹത്യ ചെയ്യാനുള്ള ആലോചന ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ട്. ഗിവ് അപ്പ് ചെയ്യാന്ന് വെച്ചാൽ ഉപേക്ഷിക്കുക. ഇവിടെ ആക്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് നടത്തുക? രണ്ട് സെയിം ആയിട്ടുള്ള, ഏകദേശം സിമിലറാണ്, ഇവിടെ 2 വേർഡ്സും വ്യത്യാസമാണെന്നേ ഉള്ളൂ. ഒന്ന് ഉപേക്ഷിക്കാൻ, ഗിവ് അപ്പ് ചെയ്യുക, ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ടും, ഒന്ന് അത് ചെയ്യാൻ വേണ്ടിയിട്ടും. അതാണ് ആക്ട് ഓൺ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? ഇതൊന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് സൂയിസൈഡ്, ഇത് ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് കമ്പോസ് ദംസെൽഫ്, ഇത് മനസ്സിനെ ശാന്തമാക്കാൻ വേണ്ടിയിട്ട്. രണ്ടാമത് പ്രേ ടു ഗോഡ് ആൻഡ് ആസ്ക് ഹിസ് ഫോർഗിവ്നെസ്, എന്താണ്? ദൈവത്തോട് പ്രാർത്ഥിച്ച് ക്ഷമ തേടാൻ വേണ്ടിയിട്ട്.
ഇതിലേതാണ് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളത്? നമ്മുടെ ഈ ഒരു സമ്മറി പറയുമ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തിനാണ് അവർ ക്ഷേത്രത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്, അതിനുശേഷം അവർക്ക് എന്താണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്, എന്താണ് ഗിവ് അപ്പ് ദി ഐഡിയ ഓഫ് സൂയിസൈഡ് അല്ലേ. അവർ ഈ ഒരു മരണത്തിലേക്ക് പോകാനുള്ള ആലോചന തന്നെ ഉപേക്ഷിക്കുകയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ വരുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം. വൈ ഡിഡ് ഗാന്ധിജി സ്റ്റീൽ ദി ഗോൾഡ്? ഗാന്ധിജി എന്തിന് സ്വർണം മോഷ്ടിച്ചു എന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. എന്തിനാണ് സ്വർണം മോഷ്ടിച്ചിട്ടുണ്ടായിരുന്നത്? തൻ്റെ ഡെപ്റ്റ് മാറ്റാനല്ലേ. ഗാന്ധിജി ഒരാളിൽ നിന്ന് പണം വാങ്ങിയിരുന്നുണ്ട്, അത് തിരിച്ചു കൊടുക്കാനാവാത്ത ഒരു അവസ്ഥയിലായിരുന്നു. അപ്പോഴാണ് അദ്ദേഹം കടബാധ്യതയിൽ ആയ ഒരു അവസ്ഥയിൽ നിന്ന് അത് തീർക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ ബ്രദറിൻ്റെ ഈ ഒരു ആംലെറ്റ് എടുത്തിട്ട്, ഗോൾഡ് എടുത്തിട്ട് അദ്ദേഹം അത് മോഷ്ടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് അത് എന്താണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്? അച്ഛനോട് അതിന് കുറ്റസമ്മതം നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ വരുന്നത് കേട്ടോ. ഗാന്ധിജി സ്റ്റോൾ ദി ഗോൾഡ് ഫ്രം ഹിസ് ബ്രദേഴ്സ് ആംലെറ്റ് ടു റീപേ എ ഡെപ്റ്റ്. ഓക്കെ. നെക്സ്റ്റ് നോക്കാം. വാട്ട് വാസ് ഗാന്ധിജീസ് ഫാദേഴ്സ് റിയാക്ഷൻ വെൻ ഹി റീഡ് ദ ലെറ്റർ ഓഫ് കൺഫെഷൻ? അപ്പോൾ എന്താണ് നെക്സ്റ്റ് പറയുന്നത്? ഗാന്ധിജിയുടെ കുറ്റസമ്മത കത്ത് വായിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛന് എങ്ങനെയാണ് പ്രതികരിച്ചതെന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അതാണ് വാട്ട് വാസ് ഗാന്ധിജീസ് ഫാദേഴ്സ് റിയാക്ഷൻ വെൻ ഹി റീഡ് ദ ലെറ്റർ ഓഫ് കൺഫെഷൻ. അപ്പോൾ എന്താണ് അദ്ദേഹത്തിന് എങ്ങനെയാണ് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്? അദ്ദേഹത്തിൻ്റെ അച്ഛൻ എങ്ങനെയായിരുന്നു? ലാസ്റ്റ് ഈ ഒരു സമ്മറീൻ്റെ ലാസ്റ്റ് പാരഗ്രാഫിൽ തന്നെ ഉണ്ടായിരുന്നു അല്ലേ, ലാസ്റ്റ് അവസാന ഭാഗത്തായിട്ട് അദ്ദേഹം കണ്ണുനീർ പൊഴിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ആംഗ്രി ആയിട്ടുണ്ടായിരുന്നില്ല, ഗാന്ധിജീനെ സ്കോൾഡ് ചെയ്തിട്ടില്ല, ചീത്ത പറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം അദ്ദേഹത്തിന് കണ്ണീരായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. എന്തുകൊണ്ടാണ്? ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ഓഫ് പെയിൻ അല്ലേ, ബട്ട് ഓൾസോ ഓഫ് എ ലവ് ആൻഡ് ഫോർഗിവ്നെസ് അല്ലേ. അദ്ദേഹത്തിൻ്റെ മകനോടുള്ള ആ ഒരു സ്നേഹവും ക്ഷമിക്കാനുള്ള ഒരു മനസ്സും, കാരണം തൻ്റെ മകൻ മിസ്റ്റേക്ക് മനസ്സിലാക്കിയിട്ട് ക്ഷമാപണം നടത്തിയിരിക്കുന്നു. അതിലും വലുതൊരു അച്ഛന് വേറെ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് അച്ഛൻ്റെ റിയാക്ഷൻ എങ്ങനെയായിരുന്നു? കണ്ണുനീർ പൊഴിച്ചിട്ടുണ്ടായിരുന്നത് അച്ഛൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഗാന്ധിജി ലേൺഡ് എ വെരി ഇമ്പോർട്ടൻറ്റ് ലെസൺ ഫ്രം ഹിസ് ഫാദേഴ്സ് ബിഹേവിയർ. വാട്ട് വാസ് ഇറ്റ് ആൻഡ് ഹൗ ഡിഡ് ഇറ്റ് ട്രാൻസ്ഫോം ഗാന്ധിജി? അപ്പോൾ ഗാന്ധിജിയുടെ അച്ഛൻ്റെ പെരുമാറ്റത്തിൽ നിന്ന് അദ്ദേഹം എന്താണ് പ്രധാനമായൊരു പാഠം പഠിച്ചത് എന്നാണ്. അപ്പോൾ ഇവിടെ എന്താണ്, ഇത്രയും അധികം ഒരു തെറ്റ് ചെയ്തിട്ട് പോലും അച്ഛൻ മകനിൽ മിസ്റ്റേക്ക് കണ്ടെത്തി, എന്താണ് അച്ഛന് അവിടെ മകന് വേണ്ടിയിട്ട് ക്ഷമ കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഏറ്റവും വലിയ പാഠം ഗാന്ധിജി അവിടെ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അതായിരുന്നു ഗാന്ധിജി ലേൺഡ് എ വെരി ഇമ്പോർട്ടൻറ്റ് ലെസൺ ഫ്രം ഹിസ് ഫാദേഴ്സ് ബിഹേവിയർ. വാട്ട് ഇറ്റ് ആൻഡ് ഹൗ ഡിഡ് ഇറ്റ് ട്രാൻസ്ഫോം ഗാന്ധിജി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഗാന്ധിജിയെ എങ്ങനെ മാറ്റി എന്നാണ് ഹൗ ഡിഡ് ട്രാൻസ്ഫോം ഗാന്ധിജി. എങ്ങനെയാണ്? ഗാന്ധിജി തൻ്റെ അച്ഛൻ്റെ പെരുമാറ്റത്തിൽ നിന്ന് അഹിംസയും സത്യം എന്ന വലിയ പാഠമാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് പിന്നെ അച്ഛൻ്റെ ക്ഷമയും സ്നേഹവും നിറഞ്ഞ ആ ഒരു കണ്ണുനീര് അദ്ദേഹത്തിന് സത്യത്തിൻ്റെ അഹിംസൻ്റെ ഒക്കെ മഹത്വം മനസ്സിലാക്കാൻ ഇടയാക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പം ക്രോധത്തിനും ശിക്ഷയ്ക്കൊക്കെ പകരം സത്യം സമ്മതിക്കുക ചെയ്തപ്പോഴാണ് ഒരാൾ മഹത് വ്യക്തിയാവുക എന്ന അതിൽ നിന്ന് ഒരു ലെസൺ നമ്മുടെ ഗാന്ധിജി പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാണ് ഇതിൻ്റെ ആൻസറായിട്ട് എഴുതേണ്ടത്. ഇത്രയുള്ളൂ ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇതിൻ്റെ ആൻസേഴ്സ് താഴെ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അതൊന്ന് നോക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗാന്ധിജി ഈ ഒരു വലിയ മഹാനായി തീർന്നതിന് മുൻപേ അദ്ദേഹത്തിനൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ചാണ് ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. ചാപ്റ്റർ കണ്ടിട്ട് എല്ലാം നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കിയെടുക്കാൻ നോക്കാം. എനിവേ ഞാൻ എൻ്റെ ചാപ്റ്റർ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.